ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മിഠായി തെരുവ് പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കൂളിലേക്കുള്ള കുറച്ച് പർച്ചേസിങ്ങിന് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ കുറേ കാലമായി വ്ളോഗൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ദസം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാനും നാത്തൂനും എല്ലാവരും കൂടാണ്. പിന്നെ അജുവിനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലേ ഉള്ളൂ. ഈ പ്രാവശ്യം ബാഗ് വാങ്ങുന്നില്ല കേട്ടോ. ബാഗ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് തന്നെ ഇവർ കൊണ്ടുപോയിട്ടില്ലേ. പിന്നെ അതിൻ്റെ മുൻപത്തെ വാങ്ങിയത് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അത് അതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി SM സ്ട്രീറ്റിനുള്ളിലേക്ക് തന്നെ കടക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണെന്നറിയില്ല, പോകാൻ വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഇന്ന് മഴ ഒന്ന് ബാക്കോട് നിന്നിട്ടുണ്ട്. ചെറിയൊരു ഞാറലും ഒരു മൂടലൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് മഴയൊന്നുമില്ല, കുറവാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് എന്ന് വിചാരിക്കുന്നു. മിക്കവാറും വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും വീഡിയോ അപ്ലോഡിങ്ങും ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ആളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ആളുണ്ടാനും ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും കേട്ടോ. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളതും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കയറി പോകുന്ന എൻട്രൻസിൽ തന്നെ കുറേ കച്ചവടക്കാരുണ്ട്. ഒരു ഭാഗത്ത് ഒരുപാട് വെറൈറ്റീസിലുള്ള കമ്മലൊക്കെ വെച്ചിട്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ തൂക്കുന്നതൊക്കെ ഉള്ള സൈസുകളുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ്, നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചാക്കി ഇടാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഓരോ ഷോപ്പുകൾ നോക്കിയിട്ട് അങ്ങനെ മുൻപോട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഞായറാഴ്ച ദിവസമാണ് കൂടുതലും വഴിയോര കച്ചവടക്കാരുണ്ടാവേ. പക്ഷെ നമുക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങളല്ല അധികമായിട്ട് വാങ്ങേണ്ടത് കേട്ടോ. ഈ പ്രാവശ്യം ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങിക്കാനില്ലേ. ഇവിടെ ഏതെടുത്താലും 200 രൂപയ്ക്ക് അടിപൊളി ബാഗുകളാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ സൈഡ് ബാഗ് ഐറ്റംസ് ഉണ്ടല്ലോ, അതുപോലത്തതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ബാഗുകൾ എല്ലാം നമുക്ക് 2-3 ബാഗൊക്കെ വാങ്ങിയാൽ വേണമെങ്കിൽ മാറ്റി ഇടാല്ലേ. ഓരോ പരിപാടിക്കും ഡ്രസ്സിനും ഒക്കെ മാച്ചാക്കിയിട്ടിടാം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചാലും കുറച്ചൊക്കെ നിൽക്കാറുണ്ട്. ഈ പ്രാവശ്യം സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് ഒരുപാട് ഷോപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ, സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ടീഷർട്ട്, പാൻസൊക്കെ നമുക്ക് വീട്ടിൽ പിന്നെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല ടീഷർട്ടും പാൻസും ഒക്കെ 150-200 രൂപ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം വേണ്ടിയവരൊക്കെ വന്ന് വാങ്ങിച്ചോളി. പിന്നെ മോന് ഒരു വാച്ച് എടുക്കേണ്ടതുണ്ടായിനി. അപ്പം വാച്ച് നോക്കുകയാണ്. മോളൂസും ഒരു വാച്ച് എടുത്തിട്ടുണ്ട്, റിച്ചും ഒരു വാച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ SM സ്ട്രീറ്റിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു 2 ആളും വാച്ച് എടുത്ത് പിന്നെ നിങ്ങൾക്ക് കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ചെറിയ ഒരു 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വാച്ചൊക്കെ. കേശോൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാച്ച് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വേറൊരു പേരിൽ, അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ 200 രൂപ മുതൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. ലേഡീസിനും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയ വാച്ചുകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ റിച്ചും മോളൂസും ഒക്കെ ഒന്ന് കെട്ടി നോക്കുകയാണ് കേട്ടോ. ഓരോ വാച്ച് എടുത്തിട്ട് അവർക്ക് ഏതാണ് കളേഴ്സ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ റിച്ചു ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പ് നോക്കി അങ്ങനെ നടക്കുകയാണ്. കാര്യമായിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഫോക്കസ് കൊടുക്കുന്നത് സ്കൂൾ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ബോർഡൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ പുതിയ ഷോപ്പുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നടന്നാൽ തന്നെ 2 സൈഡിലുമായിട്ട് ഷോപ്പ് കാണാൻ പറ്റും. ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. ഇത് അതുപോലെ സ്കൂളിലെ സാധനങ്ങളെല്ലാം ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ സ്കൂൾ സാധനങ്ങൾ വിലക്കുറവിൽ നിന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ കയറുമ്പം തന്നെ നമുക്ക് ഒരുപാട് ചെരുപ്പ് കാണാൻ പറ്റും കേട്ടോ. ഒരു ചെരുപ്പ് എടുത്താൽ 149 രൂപയാണ് വരുന്നത്. അത് 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 249 രൂപയോ കേട്ടോ. പിന്നെ ഏതെടുത്താലും 199 രൂപേൻ്റെ വേറൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ള ഒരുപാട് ചെരുപ്പുകളുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ബാഗ് വേണ്ടായിട്ടും എനിക്ക് വല്ലാത്ത കൊതി തോന്നിട്ടോ. ആ ബാഗൊക്കെ കണ്ടിട്ട് 300-350 രൂപക്ക് അടിപൊളി ബാഗാണ്. അതുപോലെ ബുക്കിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഇവിടെ 200 പേജിൻ്റെതിനൊക്കെ 28 രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിച്ച ആ ചെറിയ ബാഗിന് 98 രൂപയാണ് വരുന്നത്.
പിന്നെ ഈ ചെരുപ്പ് ഷൂ ഒക്കെ 149, 199 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഒരുപാട് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ കുറച്ച് ഷർട്ട് പാൻസ് അങ്ങനത്തെ സെക്ഷൻ ഉണ്ട്. അത് 50 രൂപേൻ്റെ ഷർട്ട്, ടോപ്പ്, പാൻറ്, ഷോൾ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടിയത് 150 രൂപ, 200 രൂപേൻ്റെ വരുന്നുണ്ട്. ഈ കൂട്ടിയിട്ടതൊക്കെ 50 രൂപ, 100 രൂപ റേഞ്ചിലുള്ളതാണ് കേട്ടോ. പിന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് 200 രൂപ, 150 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതുമാണ്. അപ്പം ഒരുപാട് ആൾ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അധികമായിട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്നതിനെ കൊണ്ട് പെട്ടെന്ന് ആൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേഗം സാധനം എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല നല്ല സാധനങ്ങളുണ്ട്. ജീൻസ് പാൻറ്റ് എല്ലാം ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാനിതാ വേറൊരു ഷോപ്പിലേക്കാണ് കയറിയിട്ടുള്ളത്. അത് ഏതെടുത്താലും 30 രൂപ എന്നുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു 3 പിന്നിൻ്റെ ആവശ്യം ഉണ്ടായിനി. പിന്നെ സ്കൂളിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ. പിന്നെ ബോക്സ് ഒന്നും ഞാൻ അത്ര ക്വാളിറ്റി ഇല്ലാത്തത് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല തന്നെ വാങ്ങാൻ വിചാരിച്ചിട്ട് അതൊന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വണ്ടിയിലല്ലാത്തതിനോണ്ട് വാങ്ങുന്നില്ല കേട്ടോ. അല്ലാണ്ട് ഉമ്മൻ്റെ കൂടെ ഒക്കെ വന്നാൽ ഇതൊക്കെ എന്തായാലും വാങ്ങി പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ബസ്സിൽ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കയ്യിൽ നിതുമില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഏതെടുത്താലും ഇവിടെ 30 രൂപയാണ് കേട്ടോ. ചെടിച്ചട്ടി ആയാലും പല മോഡലിലുള്ള സാധനങ്ങളുണ്ട്. ഈ ഗ്ലാസ് ഉണ്ട്, അതുപോലെ അതാ വേറെ മോഡൽ ചെടിച്ചട്ടികളുണ്ട്, അതുപോലെ പ്ലേറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിലേക്കുള്ള കുപ്പികൾ, പിന്നെ കൈപ്പാട്ട, അങ്ങനെ ഇതാ ഒരുപാട് സാധനങ്ങൾ, കത്തി, പിന്നെ നാരങ്ങ ഞെക്കുന്നത്, സ്പൂണ്, അതുപോലെ കറിയിലിടുന്നത്, അങ്ങനെ പാത്രം പിടിക്കുന്ന, അങ്ങനെ ഏതെടുത്താലും പിന്നെ 30 രൂപ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി പോന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കളക്ഷൻസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറന്നു പോവുമായിരിക്കും എല്ലാവരും. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഏത് സാധാരണക്കാർക്കും ഉണ്ടല്ലോ, മക്കളൊരു കണ്ണ് പൊടിടാൻ വേണ്ടിയിട്ട് അത്ര പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് ജസ്റ്റ് വാങ്ങി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അധികവും മക്കളെ കൊണ്ട് വരാത്ത നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങി കൊണ്ട് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നും കൂടെ വന്ന് നോക്കിയാൽ മതി. ഇതുപോലെ 2 എക്സാം ബോർഡൊക്കെ ഞാൻ എടുത്തു കേട്ടോ. 30 രൂപയല്ലേ വരുന്നുള്ളൂ, എക്സാമിൻ്റെ സമയത്ത് മേലോട്ടൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് പിന്നെ വേറൊരു ഷോപ്പ് നോക്കി അങ്ങനെ നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഏതാണോ ഇങ്ങനെ നമുക്കൊരു കയറി വെക്കാൻ തോന്നുന്ന വിചാരിച്ചാൽ അങ്ങനെ കയറും കേട്ടോ. ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങും വിളിക്കുന്നുണ്ടാവും കേട്ടോ. 4 ടോപ്പ് 500 രൂപക്കും, 4 പലാസ പാൻറ്റ്, അതിനകത്ത് 4 സാധാ പാൻറ്റുകൾ, അതൊക്കെ 4 500 രൂപക്കൊക്കെ ഉള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. അതിലൊന്നും പിന്നെ ഈ പ്രാവശ്യം കയറി നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ പൊന്നൂന് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഒക്കെ ചെറിയ ഷോർട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ തെരുവോര കച്ചവടക്കാരാണ്.
പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച ആണ് ഇതിൻ്റെ ഒരു മേള എന്ന് പറയുന്നത്. അപ്പോൾ അതാ പൊന്നൂസൊക്കെ ടീഷർട്ട് പോലുള്ള ഡ്രസ്സാണ് കേട്ടോ നോക്കുന്നത്. ഇവിടെ അതാ ഏതെടുത്താലും 50 രൂപ എന്നുള്ള സ്ഥലത്ത് തിരക്കാട്ടോ കാണുന്നത്. 50 രൂപയാണ് ഏതെടുത്താലും. പക്ഷേ പാൻറ്റ് ടോപ്പ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു തിരക്കാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് തന്നെ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ തന്നെ പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, ചെറിയ കുട്ടികളെ ഷർട്ടൊക്കെ ഇതാ 50 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ നോക്കി എടുക്കണം, എന്നാൽ നല്ല സാധനം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പാൻ്റ് ആയാലും ഷർട്ടായാലും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് വേണമെങ്കിൽ അങ്ങനെ ഷോപ്പുകൾ അതും ഉണ്ട് കേട്ടോ. SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു സ്ഥലമൊന്നല്ല കേട്ടോ. അല്ലാത്ത ഒരുപാട് ഷോപ്പുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ചായ കുടിക്കാനുള്ള ഷോപ്പുകളൊന്നും ഇല്ല ഇനി കേട്ടോ. ഇപ്പം നല്ല സെറ്റപ്പിലെല്ലാം ഉണ്ട്. നമ്മൾ ക്ഷീണിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പുറത്തെത്തണം കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം എന്തെങ്കിലും കിട്ടണമെങ്കിൽ. ഇപ്പം എല്ലാം നല്ല സുഖമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഫ്രൂട്ട്സൊക്കെ ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. കുറച്ച് അത്യാവശ്യം വില കുറവിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവേ. ഇവിടെ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ എല്ലാം വില കുറവിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിതാ വേറൊരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. 5 രൂപ 10 രൂപ വിലേൻ്റെ സാധനങ്ങൾ, ഈ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും 10 രൂപേൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും വില കുറവിൽ നമുക്ക് എവിടെ കിട്ടാനല്ലേ സാധനങ്ങൾ? 10 രൂപ മാത്രം. ഏത് എടുത്താലും ഈ ടേബിളിൻ്റെ മുകളിലുള്ള ഏതെടുത്താലും 10, അല്ലാത്തതിനൊക്കെ 20, 25, 30, 30ൻ്റെ മേലോട്ട് പോകില്ല കേട്ടോ. മിഠായി തെരുവിൻ്റെ ഒക്കെ വേറെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ കാണിച്ചുകൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും വില പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ മോളൂസും പൊന്നൂസും ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഓർത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് കാക്കയ്ക്ക് 2-3 കള്ളിത്തുണി വാങ്ങിയിട്ടോ. പിന്നെ ഇവിടെ ബുക്ക് പൊതിയിടുന്ന സംഭവത്തിനൊക്കെ പല കളേഴ്സിൽ, നമ്മൾ നാട്ടിൽ കാണാത്ത കളേഴ്സിലുണ്ട് കേട്ടോ. അതിനൊക്കെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. പിന്നെ ഇതാ ചെരുപ്പുകളുണ്ട്. ഇവിടെ ആളില്ല കേട്ടോ. ഞാൻ ചെരുപ്പ് എടുക്കാൻ നോക്കിയപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയൊക്കെ വില കുറഞ്ഞ ചെരുപ്പുകളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ആളില്ലാത്തതിനോണ്ട് തന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ പോവുകയാണ്. ഇനി കുറച്ച് മാങ്ങയും ആപ്പിളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നവരോട് അവർക്കൊരു സഹായവുമാണ്, എന്നാൽ വില കുറവാണ്, നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ വാങ്ങിയാണ്. പിന്നെ ഇതാ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മോളിയും മക്കളൊക്കെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഞാനും പൊന്നൂസും ഒക്കെ നടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.